ഇന്ന് നമ്മുടെ മുത്തുനബിയുടെ ജന്മദിനം അതുമാത്രമല്ല ഇന്ന് നമ്മുടെ തിരുവോണം കൂടെ ആയിരുന്നു. മൊത്തത്തിലൊരു കളർഫുൾ ദിവസമായിരുന്നു. എനിക്ക് നബിദിനെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൊച്ചിൽ ഞാൻ രാവിലെ എണീച്ച് ദഫ് ടീമിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. ആ ഒരു ദഫ് കളിയൊക്കെ നല്ല രീതിയിൽ ഇപ്പോഴും നൊസ്റ്റാൾജിക് ഫീൽ അടിക്കുന്നുണ്ടായിരുന്നു. സോ പതിവുള്ള രാവിലെ എനിക്ക് കുളിച്ച് ഒരുങ്ങി നേരം അവരോടെ വണ്ടി കയറി പിള്ളേരെല്ലാം ഫ്രണ്ട് റാലിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഓരോ ബൈക്കിലും അതുപോലെ കാറിലായിട്ട് ബാഗ് ഇങ്ങനെ വെച്ച് പിടിച്ചു. ഇതാണ് നമ്മുടെ ഹോം ടൗൺ, പേര് കുളപ്പടാതാണ്. ഇവിടെയൊക്കെ ഇജാതി വൈബായിരുന്നു. കാരണം ദഫ് പരിപാടി, ഇവിടുത്തെ ആൾക്കാരുടെ സൽക്കരണവും എല്ലാം സീനായിരുന്നു ഇവിടുത്തെ പരിപാടി. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. സോ ഇതാണ് എൻ്റെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഫാൻസ്. ഇതിൽ പാതി എൻ്റെ അനിയത്തിമാരാണ്. അത് നമുക്ക് അറിയാക്കണ്ട, അവർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണല്ലോ, അങ്ങനെ നമ്മൾ വിചാരിച്ചാൽ മതി. സോ അത് കഴിഞ്ഞിട്ടാണ് ഓരോരുത്തരായിട്ട് വീണ്ടും ബ്ലോക്ക് ആയല്ലോ. അതുപോലെ തന്നെ ഓണം കൂടെ അല്ല, അതിൻ്റെ തിരക്കും കൂടെ ഉണ്ടായിരുന്നു. ഈ ഫ്രണ്ടേ പോകുന്ന ഈ ഒരു ഷിഫ്റ്റ് ഉണ്ടല്ലോ, സീൻ സാധനം കേട്ടോ, എനിക്ക് ഒരു രക്ഷയില്ല, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതും വായി നോക്കി പോയപ്പോഴാണ് ഇവിടുത്തെ ദഫ് ടീമിനെ കണ്ടത്. ഇതാണ് ഇവിടുത്തെ മെയിനായിട്ട് ദഫ് ടീം. ബാക്കിയുള്ളവർ ബാക്കേ വരുന്നുണ്ടായിരിക്കും. ഇതെൻ്റെ മാമര മോൾ അനിയത്തി പേര് ദുവ. അതിനുശേഷം നേരെ നമ്മുടെ ഉമ്മമാരെ വീട്ടിൽ പോയി. ഇതാണ് എൻ്റെ ലത്തീം മച്ചി എന്ന് പറയുന്നത്. ആൾ ക്യൂട്ടാണ്, മാത്രമല്ല മധുരം 17 കൂടെയാണ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇന്ന് വെള്ളിയാഴ്ചയും കൂടെ ഇല്ല, നേരെ നമ്മൾ വാപ്പാരുടെ ചാടിക്കയറി പള്ളിയിലോട്ട് പോയിരുന്നു. പള്ളിയിൽ നിസ്കാരം കാര്യങ്ങളെല്ലാം നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നബിദിനം കൂടെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചോറ് അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. ചോറ് വാങ്ങിച്ചുകൊണ്ട് നേരെ പോയത് വീട്ടിൽ പോയപ്പോൾ ഉണ്ട്. ഇതാ എൻ്റെ ഒരു കസിൻ ഇരിക്കുന്നു, വെറും മഞ്ഞ ഷർട്ടും മഞ്ഞ വാച്ചും മഞ്ഞ. ഇതാണ് നമ്മളന്ന് പള്ളിയിൽ നിന്ന് കിട്ടിയ ചോറ്. ഈ ബീഫ് റെസിപ്പി ഞാൻ പേർന്ന് ഈ ബീഫ് നമ്മൾ ഉണ്ടാക്കിയായിട്ട് ഇത് നമ്മൾ ട്രിപ്പ് പോവുകയാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ.